ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ഈ കാണുന്ന ഒരു ഐറ്റം ആണ്. ഏതിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ റെസിപ്പി. ചോറിനോ ചപ്പാത്തിക്കോ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അപ്പത്തിനോ ഇടിയപ്പത്തിനോ ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം. ചിക്കൻ മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ മട്ടനോ അല്ലെങ്കിൽ മുട്ട തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയുള്ള ഒരു സവാള നീളത്തില് നൈസായി അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇതുണ്ടല്ലോ, ബിരിയാണിയിലൊക്കെ ദമ്മിടാനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതുപോലെ ചെയ്തെടുക്കാനാണേ. ശരിക്കും ഇത് നമുക്ക് അവസാനത്തേക്കാണ് ആവശ്യമുള്ളൂ, പക്ഷേങ്കിൽ ഇതേ എണ്ണ തന്നെ കറി ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ഇത് വറുത്ത് കോരി മാറ്റി വെക്കലാണ് പതിവ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് 4-5 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേനും തന്നെ ഈ ഒരു പരുവത്തിലാവൂലോ. ഈ സമയത്ത് അതിനെ മാറ്റി വെക്കാം. ചിക്കനിൽ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, കുറച്ച് തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മുമ്പേ വെച്ചിരുന്നതാണ്. മസാലയൊക്കെ തിരുമ്മി കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ സമയമില്ലാത്ത ദിവസങ്ങളിൽ മിക്സ് ചെയ്ത് എടുത്തതും ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഓണിയൻ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയ എണ്ണയുണ്ടല്ലോ, അതേ എണ്ണയിലേക്ക് ഈ ചിക്കനെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. സമയമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാം. ഓണിയൻ പിന്നെ മറ്റൊരു പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് തുറന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇടാറുള്ളത്. എന്നിട്ട് വീണ്ടും 4-5 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കും. എന്നിട്ടുണ്ടല്ലോ, ഒന്നുകൂടൊന്ന് തിരിച്ചിട്ടിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് അടച്ചു വെക്കാതെ ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാറുണ്ടേ. ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ, ഉൾവശം എല്ലാം ആവശ്യത്തിന് വെന്തിട്ടും ഉണ്ടാവും. ഈ പുറമേ കാണുന്ന ഭാഗങ്ങളൊക്കെ എണ്ണയിൽ കിടന്ന് നല്ല മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ചിക്കൻ അത്യാവശ്യം ഒന്ന് വെന്ത് വരണ സമയത്തുണ്ടല്ലോ, അതിനെയും വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുന്നുണ്ടേ. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ചെറിയുള്ളി ഏകദേശം 2 പിടി അളവില് ഈ കാണുന്ന രീതിക്ക് അരിഞ്ഞെടുത്തത് കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ 1 ടേബിൾ സ്പൂൺ അളവില് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർക്കുന്നുണ്ടേ. ചിക്കൻ വറുത്തെടുത്തതിൻ്റെ മസാലയൊക്കെ ഉള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേനും ഉള്ളി ഒന്ന് വഴന്നു വരും. ഈ സമയത്ത് അതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കൂടുതൽ തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയാണ് കേട്ടോ ചേർക്കണത്. ഉള്ളിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ പൊടികൾ മിക്സ് ആവുന്നത് വരെയും ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഉള്ളിയും ഈ പൊടികളും എല്ലാം കൂടെ ഒന്ന് കുറുകി സെറ്റായി വരാനായിട്ട് ഏകദേശം ഒരു 1/2 ഗ്ലാസ് അളവിൽ മാത്രമാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചെടുത്തിരിക്കുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലൊന്ന് തിളച്ച് വരണ സമയത്ത് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് അതിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന ഫ്രൈഡ് ഓണിയൻ ഉണ്ടല്ലോ, അതുകൂടെ ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർക്കുമ്പോഴത്തേനും ആ വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും ഇതിനെല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയെടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതുകൂടെ കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേനും ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇപ്പം ഇതിനകത്ത് കുറച്ച് വെള്ളം പോലെ കാണുന്നുണ്ടല്ലോ, അത് ചൂടാറി വരുമ്പോഴത്തേനും ഒന്നുകൂടെ ഡ്രൈ ആയി വരുവേ. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കൂടെ ചേർക്കുന്നുണ്ട്. ഈ മല്ലിയിലയും കറിവേപ്പിലയും ഇല്ലാതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതായത് ആ പെപ്പറിൻ്റെയും ഗരം മസാലൻ്റെയും ഒക്കെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുക. ഈ മല്ലിയില ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് കൂടെ ഒന്ന് മിക്സായി വരും. ഇവിടെ നമുക്ക് ഈ മല്ലിയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അതുകൂടെ ചേർക്കണത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.